ഡിയേഴ്സ്, വെൽക്കം ടു പഞ്ചമീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചൺ ടൂറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിച്ചൻ്റെ എൻട്രി കാണിക്കാം. എൻട്രി വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ നേരെ സൈഡിലായിട്ടാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഗ്ലാസ് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കിച്ചണിലേക്കുള്ള എൻട്രി. ഇത് നമ്മൾ രണ്ടാമത്തെ റെനോവേറ്റ് ചെയ്ത കിച്ചണാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ കിച്ചൺ വീടിനകത്ത് തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മളൊരു വർക്ക് ഏരിയ പോലെ പിന്നെ ചെയ്തതാണ്. അപ്പോൾ ഈ നമ്മുടെ കിച്ചൺ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററാണ് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ 7 ഇയർ കളക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി കുറച്ചേ ഉള്ളൂ, ഇനി കുറേ കൂടിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ. എല്ലാം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇനിയും ഒത്തിരി സ്ഥലങ്ങളിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അതൊക്കെ നടക്കട്ടെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഇത് ഡബിൾ ഡോർ അല്ല കേട്ടോ, ട്രിപ്പിൾ ഡോറാണ്. ട്രിപ്പിൾ ഡോർ എന്നൊക്കെ പറഞ്ഞുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് 3 ഡോറുണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ 2 ഡോറും വരുന്നത് നമ്മുടെ നോർമൽ റെഫ്രിജറേറ്ററാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫുൾ ഡോർ വരുന്നത് ഫ്രീസറാണ് കേട്ടോ. ഇത് ഫുൾ ഫ്രീസറാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ വെക്കും കേട്ടോ, ഇതേപോലെ ഫ്രീസ് ചെയ്ത്. അത് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അമ്മ അതുകൊണ്ട് ഫ്രീസറിൽ ഇങ്ങനെ വെക്കും. പിന്നെ ഈ സൈഡിൽ നമ്മളെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ താഴെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ പുറത്തേക്ക് പോകാനുള്ള ഡോറാണ് കേട്ടോ. അവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കുഞ്ഞ് പോർട്ടബിൾ ഫാൻ നമ്മൾ അന്ന് ആമസോണിൽ നിന്ന് വാങ്ങിയ റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നമ്മുടെ വയർ കണക്ട് ചെയ്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ കേട്ടോ. അല്ലാതെ ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സംഭവം യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫുൾ നമ്മുടെ മസാല ഐറ്റംസാണ് കേട്ടോ. അതെല്ലാം ഇവിടെ എടുക്കാനൊരു ഈസിയസ്റ്റ് വേ ആയിട്ട് ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ്, ഇത് എന്താ പ്ലാന്റ് എന്നൊന്നും എനിക്കറിയില്ല, അതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് പോലെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷേ അവിടെ എന്തോ വെക്കാനുള്ളൊരു കുറവുണ്ടല്ലേ, അവിടെ എന്തെങ്കിലും വെക്കണം ഉടനെ. പിന്നെ ഇത് നമ്മുടെ സോൾട്ടാണ് കേട്ടോ, തീരാറായിരിക്കുവാണ്. ഒരു പിങ്ക് സോൾട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഷുഗർ, ടീ ഡസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നല്ലെണ്ണ. ഷുഗർ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റേ ബ്രൗൺ ഷുഗർ, ആ സംഭവമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റവ്, മെയിൻ ഐറ്റം ഇതാണ്. പിന്നെ വന്നിട്ട് ഈ സൈഡിൽ മൈക്രോവേവ് ഓവൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഷെൽഫെല്ലാം ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ എന്താ അവസ്ഥയെന്ന് അറിയില്ല. പിന്നെ ഇത് നമ്മുടെ പ്ലേറ്റ്സൊക്കെ വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് നമ്മൾ ഡ്രൈ ചെയ്യാൻ സിങ്കിൽ കഴുകിയിട്ട് അവിടെ ഡ്രൈ ചെയ്തിട്ടായിട്ടോ അങ്ങോട്ടൊക്കെ എടുത്ത് അകത്തോട്ടൊക്കെ വെക്കാറുള്ളത്. നോർമലി എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് മീഷോ എന്ന് വാങ്ങിയൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ലിക്വിഡ് അതിൻ്റെ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടും നല്ല ക്ലീനായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അത് മീഷോയിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ആദ്യ നോട്ടത്തിലുള്ള കാഴ്ച ഇതൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ എന്താണെന്ന് നോക്കാം. ആദ്യം അത് ഷെൽഫ് തുറക്കുമ്പോൾ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അവിടെയാണ് കേട്ടോ. മെയിനായിട്ട് എടുക്കാൻ അധികം യൂസ് ചെയ്യാത്ത, വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടെ വെക്കാറ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സാധനങ്ങൾ, മാവ്, ഇതേപോലെ നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുന്നത് ഇത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പിങ്ക് സോൾട്ട്. നമ്മളിതാണ് നോർമലി കറിയിലെല്ലാം ഇത് തന്നെയാണ്, എല്ലാത്തിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ സോൾട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. കുറച്ച് നാളായിട്ട് നമ്മളിത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത ഷെൽഫിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസും പാക്കറ്റ് ഐറ്റംസൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നൂഡിൽസ് ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളും കുക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് അമ്മതേ നട്ട്സൊക്കെ ഒളിപ്പിച്ച്, മെയിനായിട്ട് ക്യാഷ്നട്ട് ഒളിപ്പിച്ച് വെക്കുന്നത് ഇവിടെയാണ്. കാരണം ഞാൻ അടുത്ത് എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതവിടെ ജാറിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ വന്നിട്ട് ഇത് മുകളിലോട്ടായതുകൊണ്ട് ആരും ഒന്നും വെക്കാറില്ല അവിടെ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വന്നിട്ട് നമ്മുടെ മെയിൻ ടീ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. ബിസ്ക്കറ്റ്, സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നത് ഈ ഷെൽഫിലാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ അവൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ മസാല ബൾക്കായിട്ട് ഉള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതും, പിന്നെ പയറ്, പാൽപ്പൊടി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ, പ്രിങ്കിൾസ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ വന്നിട്ട് അതിൻ്റെ താഴെ വരുമ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ടുകുറ്റിയും അടുത്തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ
റൈസ് കുക്കറാണ്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അവിടെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ. ഞാൻ വീട്ടിൽ വന്നാൽ ഫസ്റ്റ് നേരെ ചെന്ന് തുറക്കുന്നത് ഈ സംഭവമാണ്. എൻ്റെ നട്ട്സ് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് ഇരിക്കണേ. മെയിനായിട്ട് ഇങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം മസാല, അങ്ങനെയുള്ള സ്പൈസസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. അത് ഗ്രീൻ ടീ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അകത്താണ്. പിന്നെ അതിൻ്റെ താഴെ ഇതുപോലെയുള്ള പാത്രങ്ങളും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളും അല്ലാത്ത ബൗൾസൊക്കെ അതിൻ്റെ അകത്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തും ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്പൂൺസ്, പലക, അങ്ങനത്തെ മറ്റേ ചപ്പാത്തി പരത്തുന്ന സംഭവം, അതൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്താണ് അരി, മാവ്, അങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള വലിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക്, കാർബോർഡ്, ആ ടൈപ്പൊക്കെ അതിൻ്റെ അകത്താണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഇത് ലിക്വിഡ് ഡിറ്റർജൻ്റ് അല്ല, ഡിഷ് വാഷർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ഇതേപോലെ ഏപ്രിൻ, ടവൽ, അതൊക്കെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങൾ, അതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഏകദേശം നമ്മുടെ കിച്ചണിൻ്റെ ഒരു അവസ്ഥയല്ല, നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഓൾ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ. ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ കുക്കിംഗ് വ്ളോഗ്സ് കാണുന്നത്, കാരണം ഞാനിപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.